ഭദ്രദീപത്തിന്റെ ആദ്യ തിരികൊളുത്തതിനായി ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയ മിസ്റ്റർ നഫൽ ആൻഡ് മിസ്റ്റർ ബ്രിജേഷ്. Mr. Dijo Jose Anthony to kindly join with us. Ms. Sri Johnny Anthony sir, Sri Suresh Babu sir, Liston Stephen, Mr. Liston Stephen, Mr. Ashik Usman, Mr. Rafael, and Sri Sandeep Senan, Sri Shariz Muhammad, Sri Divagar Mani, Sri Jakes Bijoy, and finally Sri Srijit Sarang എന്നിവരെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭദ്രദീപത്തിന്റെ ആദ്യ തിരികൊളുത്തുന്നതിനായി നമുക്ക് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനോട് തന്നെ റിക്വസ്റ്റ് ചെയ്യാം. ഭദ്രദീപത്തിന്റെ ആദ്യ തിരികൊളുത്തുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ മൂവി പ്രൊഡ്യൂസേഴ്സ് ദ വേൾഡ് വൈഡ് ഫിലിംസ് നിന്നും ശ്രീ നൗഫൽ സർ, the CCC brothers and Mr. Thansir Salam. So kindly come forward. Tovino Thomas and Sri Dijo Jose Anthony to kindly come forward. Thank you so much. And humbly requesting Sri Johnny Anthony and Sri S. Suresh Babu to kindly come forward. Sri Liston Stephen and Sri Ashik Usman. Sri Liston Stephen and Sri Sandeep Senan. And now requesting Mr. Rafael to kindly come forward. Now joining with us Mr. Shariz Muhammad and Sri Divagar Mani. Sri Shariz Muhammad and Sri Divagar Mani. And finally requesting Sri Jakes Bijoy and Sri Srijit Sarang. So much. നമ്മുടെ സംവിധായകരുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വ്യക്തികളെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ പിതാവിനെയും അദ്ദേഹത്തിന്റെ മകനെയും ശ്രീ ജോസ് ആന്റണി ആൻഡ് ശ്രീ the little baby David Joseph Dijo. Can we have the both of you join with us on the stage? Sri Jose Anthony sir and the master David Joseph Dijo. And also നമ്മുടെ ഫസ്റ്റ് ഷോട്ടിന്റെ ക്ലാപ്പ് ആൻഡ് റോളിങ്ങിന് വേണ്ടി നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായ ശ്രീ ബ്രിജേഷ് അവരുടെ ഫാദർ ശ്രീ സിദ്ദിഖ് സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. And come on everyone, let us put our hands together in a mark of appreciation.
എല്ലാം വേണ്ടി ഈ മംഗളകർമ്മം നിർവഹിക്കുകയാണ്. എല്ലാവർക്കും പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. Almighty may bless the entire blessing on we all people. Thank you. Kindly hand it over to our producer, Sri Naufal. Thank you so much. ഏറെ പ്രാർത്ഥനയോടെ നല്ലൊരു തുടക്കം കുറിക്കുന്നതിനായി ഈ സ്ക്രിപ്റ്റ് നമുക്ക് ഡയറക്ടറിലേക്ക് കൈമാറാം. Let us all show love and appreciation for this great beginner. And it's a very joyful beginning as we can all see. ഏറ്റവും സന്തോഷമായിട്ട് തന്നെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെയുള്ള ഒരു തുടക്കമാണ്. And that will definitely brings much more happiness. വർഷങ്ങളായിട്ട് പള്ളിച്ചട്ടമ്പി എന്നുള്ള ഒരു ചിത്രം നമ്മളുടെ മീഡിയയിലും അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. സോ ചിത്രത്തിനെ പറ്റിയിട്ട് കൃത്യമായി ഡയറക്ടറിൽ തന്നെ അറിയാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. Come forward and share a few words. ആദ്യമേ തന്നെ ഒരുപാട് സന്തോഷം. ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. പേരെടുത്ത് പറയുന്നില്ല, നമുക്കറിയാവുന്നവരും എല്ലാവരും തന്നെ മുമ്പിലുമുണ്ട്, അവിടെ ഇവിടെ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പള്ളിച്ചട്ടമ്പിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിൽ, നമ്മുടെ സുരേഷൻ്റെ ഭാവനയിൽ തുടങ്ങിയ യാത്ര ഞങ്ങളുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ടോവി, അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വേൾഡ് വൈഡ് ഫിലിംസിൻ്റെ സൈഡിൽ നിന്ന് നൗഫലും ബ്രിജേഷിന് എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പോൾ വേൾഡ് വൈഡ് ഫിലിംസ് എനിക്ക് തോന്നുന്നു ഇപ്പം പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ പല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ വാണ്ടഡ് ദിസ് ടു ബി ദെയർ ഫസ്റ്റ് പ്രൊഡക്ഷൻ നമ്പർ 1. അപ്പോൾ അത് ഞങ്ങളെ കൂടെ കൂട്ടിയതിന് നൗഫലെ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനി ടോവിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നടൻ എന്ന രീതിയിൽ ഞാൻ കൂടുതലൊന്നും പറയണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരമാണ്, സൂപ്പർ സ്റ്റാറാണ്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹം തന്ന എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് എനിക്ക് ടോവിനെ കാണാൻ സാധിക്കും. ഞങ്ങളുടെ ചർച്ചകളിലാണെങ്കിലും അത് എത്രത്തോളം സിനിമയ്ക്ക് ശക്തി കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ ടോവി, താങ്ക് യു മാം, താങ്ക്സ് അറിയാം. ഓരോ ചർച്ചകളിൽ നിന്നും ഞങ്ങളത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ യാത്ര തുടങ്ങി ഇന്ന് 19-ാം തീയതി അതിൻ്റെ തുടക്കം എന്നോണം ഫസ്റ്റ് ഗിയർ ഇട്ട് പൂജ തുടങ്ങിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്നതിന് മുന്നേ പള്ളിച്ചട്ടമ്പിയുടെ റൈറ്റർ സുരേഷ് ഏട്ടൻ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഞാൻ ചെയ്ത മുന്നത്തെ 3 സിനിമയുടെ എഴുത്തുകാരൻ ഇവിടെ ഉണ്ട്, ഷൈറസ് ഇവിടെ ഉണ്ട്, അതിൻ്റെ പ്രൊഡ്യൂസറും ലിസ്റ്റിന് ഇവിടെ ഉണ്ട്, എനിക്കറിയാവുന്നവരെല്ലാവരും ഉണ്ട്. എങ്കിൽ പോലും ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററുടെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സ്വപ്നത്തിന്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്റ്റനാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം. സുരേഷ് ഏട്ടാ, ഒരുപാട് താങ്ക് യു. അങ്ങനെ പള്ളിച്ചട്ടമ്പിയിലേക്ക് വരികയാണെങ്കിൽ പള്ളിച്ചട്ടമ്പി ഒരു ചരിത്ര സിനിമയാണ്, അല്ലെങ്കിൽ പള്ളിച്ചട്ടമ്പിക്ക് ഒരു ചരിത്രമുണ്ട്. അത് ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിൽ അത് ഞങ്ങൾ സിനിമയാക്കുകയാണ്. ഇതിൻ്റെ ആദ്യ സംരംഭം അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം മാത്രമാണ് പൂജ. ഇനി മുന്നോട്ട് ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ സെറ്റ് വർക്കും ഷൂട്ടും കാര്യങ്ങളെല്ലാം മുന്നോട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്ന് വന്നതിൽ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അപ്പോൾ പള്ളിച്ചട്ടമ്പിയുടെ അടുത്ത അപ്ഡേറ്റ്സ് തുടർന്നുണ്ടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. അല്ലെങ്കിൽ പല പീരിയോഡിക് മൂവികളിൽ നമ്മുടെ dear versatile actor Sri Tovino Thomasine കണ്ടിട്ടുണ്ട്. And now how is this going to be different, and like we are all excited to listen from you. എല്ലാവർക്കും നമസ്കാരം.
2018 ഞങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. അന്ന് ഞാൻ ആൻഡ് ഓസ്കർ ഗോസ്റ്റ് എന്നുള്ള സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഇപ്പോഴാണ് ഡിജോ വിളിച്ചിട്ട് നമ്മൾ ഇതിനൊരു സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഡേറ്റുകൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പെടാപ്പാട്. എനിക്കും ഞാനും സിനിമയിൽ വന്നിട്ട് അധികമായിട്ടില്ല അത്രയും സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഡിജോന്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, ഇഷ്ടപ്പെട്ടാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിവൃത്തിയുടെ തൽക്കാലം ഉണ്ട്, അതുകൊണ്ട് നമുക്കിത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷെ ഡിജോ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് വെറുതെ നമുക്കൊന്ന് ഇരുന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഡേറ്റ് ഉണ്ടാക്കി ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണത്. അന്ന് സുരേഷ് ഏട്ടനും ഡിജോയും കൂടെ വന്നിട്ടാണ് അന്ന് നറേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ പലതവണ പ്ലാൻ ചെയ്തെങ്കിലും പലപ്പോഴും അത് നടന്നില്ല. പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അന്ന് കണ്ടതിനേക്കാൾ എത്രയോ എലിവേറ്റഡ് ആയിട്ടുള്ള സീനുകളുള്ള എത്രയോ ഗംഭീരമായിട്ടുള്ള സീക്വൻസുകളുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു സിനിമയ്ക്ക്, ഒരു കലക്കൻ സിനിമയ്ക്ക് പറ്റിയ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഇതിനെ ഒരു പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഡിജോ മറ്റു സിനിമകൾ ചെയ്തു, ഞാൻ മറ്റു സിനിമകൾ ചെയ്തു. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. പലതവണയായിട്ട് നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റുമായിട്ട് ഇരുന്നു. എന്നിട്ട് ഇപ്പോൾ ഫൈനലി നമ്മൾ ഇരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന, ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സ്ക്രിപ്റ്റുമായിട്ടാണ്. അതിൽ സുരേഷ് ഏട്ടൻ, ഡിജോ നന്ദി, ഒരുപാട് നന്ദി. ഇങ്ങനെ നിർത്താതെ അതിൽ പിന്നെയും പോളിഷ് ചെയ്ത് അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റാക്കി കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കിയതിന് നന്ദി. പിന്നെ തീർച്ചയായിട്ടും നൗഫലും ബ്രിജേഷും തൻസീറും ഒക്കെ എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങൾ ഇതിനു മുമ്പും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇപ്പോൾ തീവണ്ടി ആണെങ്കിലും ഗോതയാണെങ്കിലും മെക്സിക്കൻ വാർത്തയൊക്കെ ആണെങ്കിലും ഇവരാണ് അത് UAE-ലും ഒക്കെ GCC കൺട്രീസിലൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നത്. അതിനുശേഷം ഞങ്ങളിപ്പോൾ ടോവിനോ തോമസ് പ്രൊഡക്ഷൻസും വേൾഡ് വൈഡ് ഫിലിംസും പാർട്ട്ണർഷിപ്പിലാണ് മരണവാസം എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു അസോസിയേഷൻ. അപ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റും എല്ലാം വായിച്ച് ഈ സിനിമയുടെ ഡിജോയുടെയും ഒക്കെ വിഷൻ മനസ്സിലാക്കി ഈ സിനിമയുടെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് തീർച്ചയായിട്ടും ഭയങ്കര നന്ദി. ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പിന്നെ ഇതുപോലെ ഞാൻ വർഷങ്ങളോളം കാത്തിരുന്ന് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒന്ന് രണ്ടെണ്ണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് ARM-ഉം പിന്നെ തല്ലുമാലയും തീവണ്ടിയും പോലുള്ള സിനിമകളാണ്. നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റിയതെന്നുണ്ടെങ്കിലും ചെയ്തപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയിലും എനിക്കുള്ള കോൺഫിഡൻസ്. അന്ന് ഞങ്ങൾ ആദ്യം കണ്ട 2018-നേക്കാൾ ഡിജോവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇപ്പോൾ ഞാനും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മളുടെ എക്സ്പീരിയൻസസിൽ നിന്ന് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്രൂവും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്ന ജെയ്ക്സായിട്ടാണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന ശ്രീജിത്ത് ആണെങ്കിലും ദിവാകർ മണി സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ദിലീപ് നാഥ് അദ്ദേഹമാണ് ആർട്ട് ഡയറക്ഷൻ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല ഒരു ടെക്നീഷ്യൻസിനെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷകളുള്ള, ഞാൻ അടുത്തതായിട്ട് തുടങ്ങാനായിട്ട് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സിനിമകളിലൊന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പോകുന്ന സിനിമ തന്നെയാണ് പള്ളിച്ചട്ടമ്പി. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്ന സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആ പ്രതീക്ഷകൾ ഞങ്ങൾക്കും ഉണ്ട്. ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ചിത്രം തന്നെയാണ്. ഓൺ ബിഹാഫ് ഓഫ് ദി വേൾഡ് വൈഡ് ഫിലിംസ്, ശ്രീ നൗഫൽ സർ. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും നന്ദി. ഡിജു പറഞ്ഞ പോലെ ഐ തിങ്ക് ഇറ്റ് ടുക്ക് us 5 years to make it up to this day and it's a big day. ടോവി പറഞ്ഞ പോലെ ഞങ്ങൾ 6ഓളം സിനിമകൾ നമ്മൾ പല രീതിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും ടോവി ഒരു ലക്കി ജാമ് തന്നെയാണ്. കാര്യം ഞങ്ങൾ അസോസിയേറ്റ് ചെയ്ത എല്ലാ സിനിമകളും കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആണ്. അപ്പം ഞാൻ ഈക്വലി എക്സൈറ്റഡ് ആണ്. ബ്രിജേഷും ഞാനും ഞങ്ങളുടെ ഹോൾ വേൾഡ് വൈഡ് ഫാമിലി ഈസ് വെരി എക്സൈറ്റഡ് ടു വർക്ക് വിത്ത് യു അഗെയിൻ ടോവി. സുരേഷ് ഏട്ടൻ്റെ എന്താ പറയുക, റൈറ്റിങ്ങിൻ്റെ യഥാർത്ഥ സ്കില്ല് പുറത്തെടുക്കാൻ പോകുന്നൊരു സിനിമയായിരിക്കും ഇത്. ആ ഒരു ഉറപ്പ് തരുന്നു. ജെയ്ക്സ്, ശ്രീജിത്ത്, ദിവാകർ, വി ഹാവ് എ ഫെന്റാസ്റ്റിക് ടീം. അപ്പം ഈ സിനിമ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
മലയാള സിനിമയ്ക്കും അഭിമാനിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. സുരേഷ് ബാബു sir, with all due respect, I'm very requesting you to kindly share a few words with us. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ചടങ്ങിലേക്ക് എത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. തൊബി പറഞ്ഞതുപോലെ ഞങ്ങൾ 2018 തുടങ്ങിയ ഒരു യാത്രയാണ്. ശരിക്കും നടൻ സിനിമ കഴിഞ്ഞിട്ടാണ് ഡിജോ എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇരിക്കുന്നത്. അപ്പം അന്നൊരു ചട്ടപ്പിക്കഥ ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണയിൽ തുടങ്ങി ചരിത്രത്തിൽ നിന്നും ഒരു ചട്ടപ്പിക്കയെ നമ്മൾ കണ്ടെത്തുന്നു, അതിൽ ഫിക്ഷൻ കലർത്തി അതിനെ ഒരു സിനിമയാക്കി മാറ്റുന്നു. ഇത്രയും നാളത്തെ ഒരു യാത്ര ശരിക്കും എൻ്റെ ഡിജോയുടെയും ഒപ്പം ടൊവിയുടെയും ഇപ്പോൾ അവസാനം വേണ്ടിയിട്ട് നൗഫലും ബ്രിജേഷും എല്ലാവരും കൂടെ ചേർന്നിട്ട് അതൊരു ഗംഭീര സിനിമ ആവാനുള്ള എല്ലാ ഒരുക്കങ്ങളും സംഭവിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചൊരു വലിയ സന്തോഷം, ഡിജോ അത് ഏറ്റവും പുതിയ തലമുറയിൽപ്പെടുന്ന ഒരു സംവിധായകനുമായിട്ട് ചേർന്ന് ഒരു പഴയ കഥ പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു സൗന്ദര്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ നവോത്ഥാന കേരളത്തിൻ്റെ ഒരു ചരിത്രം പറയാതെ വെച്ച ഒരു ചട്ടപ്പി കഥ, അത് നമ്മളുടെ ഭാവനയും കൂടെ ചേർത്തിട്ട് ഒരു കഥ പറയുന്നത്, അത് ഏറ്റവും പുതിയ തലമുറയുടെ ഒരു പ്രതിനിധി അതിൽ കയ്യൊപ്പിടുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെയാണ് ടോബി. ഞങ്ങൾ ഈ കഥ ആലോചിക്കുന്ന ഘട്ടം മുതൽ മറ്റൊരു നായകൻ ഞങ്ങളുടെ മനസ്സിലില്ല. ഇതിൻ്റെ വെരി ബിഗിനിങ് മുതൽ തന്നെ ടോബി അന്ന് ഞങ്ങൾ കഥ പറയാനായിട്ട് ആദ്യം പോകുമ്പോൾ ഞാൻ പുറത്തുണ്ട്, ഡിജോ അകത്ത് കയറുമ്പോൾ ടോബി പറഞ്ഞു ഇപ്പം കേട്ടിട്ടൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ വിട്ടില്ല. പക്ഷേ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ടോബി തീർച്ചയായിട്ടും അതിലേക്ക് വന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ നൗഫൽ, ബ്രിജേഷ്, പിന്നെ നമ്മുടെ ടെക്നിക്കൽ ടീം എല്ലാവരും, നിങ്ങൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ടെക്നിക്കൽ ടീമുണ്ട്. ഇതൊരു ഗംഭീര സിനിമയാവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ നമ്മൾ ആക്ടിങ് തുടങ്ങിയതിന് ശേഷം ചാൻസ് ചോദിക്കാൻ മടിയാണ്, കാരണം ഞാനൊരു ഡയറക്ടറായിരുന്നതുകൊണ്ട്. പക്ഷെ എന്നാൽ ചില ഡയറക്ടർമാരുടെ പടം കാണുമ്പോൾ നമ്മൾ തോന്നും ഇയാളല്ലാണ് നമ്മളെ വിളിക്കാത്തത്, അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളാണ് ഡിജോ. ഈ അടുത്ത കാലത്ത് പറഞ്ഞു അടുത്ത പടത്തിൽ ചേട്ടനുണ്ട് കേട്ടോ എന്ന് പറയും. ഒരുപാട് സന്തോഷം തോന്നി. ഇന്ന് പൂജയ്ക്കൊക്കെ വിളക്കൊക്കെ കത്തിക്കാൻ തന്നു. എനിക്ക് തോന്നുന്നു പടത്തിൽ ഒരുവിധം പ്രാധാന്യമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. പടത്തിൽ അപ്രാധാന്യം ഉണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ ഒരു പുതിയ നിർമ്മാണ കമ്പനി വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത്തരം ഒരു പ്രൊജക്റ്റിന് വേണ്ടി ധൈര്യസമേതം ഒരു നിർമ്മാണ കമ്പനി, പ്രത്യേകിച്ച് പരസ്പര വിശ്വാസമുള്ള ഒരു ടീം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം തല്ലുമാലയ്ക്ക് ശേഷം എന്നോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം ടോവിനോയ്ക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു സിനിമ അങ്ങനെ ഇപ്പം പിന്നെ അതുപോലെ തന്നെ സുരേഷ് ബാബു ഞാൻ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്, പ്രതിഭാതനായ റൈറ്ററാണ്. അപ്പോൾ ഈ ഒരു ടീമിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചത്, എന്നെയും ഉൾപ്പെടുത്തിയത് അങ്ങേറ്റം നന്ദി ഞാൻ അറിയിക്കുന്നു. വലിയ ഒരു സിനിമയാകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. വലിയ വിജയമാവട്ടെ. നമുക്ക് പുതിയ നിർമ്മാതാക്കൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. Thank you so much, sir. It's always lovely listening to you. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഡിജോ 3 പടമാണ് ചെയ്തതെങ്കിലും 2 പടത്തിനും സാഹസം എടുത്തയാള് ഞാനാണ്. അപ്പം വളരെയധികം സന്തോഷം. ഡിജോയുടെ ഒരു പടം ഡിജോയുടെ ഒരു പടം എന്ന് പറയുന്നത് എൻ്റെ ഒരു ബ്രദറിൻ്റെ പടം പോലെ തന്നെയാണ്. അതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാൾ ഞാൻ തന്നെയാണ്. കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഇതിൽ അത്രയും കൊമേഴ്ഷ്യൽ ഒരു സിനിമയാണ്. കാരണം ഇതൊരു ചെറിയ സിനിമയല്ല, ഡിജോയുടെ പേര് പോലെ തന്നെ നീട്ടമുള്ള ഒരു സിനിമയാണ്, ഒരു വലുപ്പമുള്ള ഒരു സിനിമയാണ്. പിന്നെ അതുകൊണ്ടിട്ട് അത് കവറപ്പ് ചെയ്യാനായിട്ട് കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരവും ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടിട്ട് അതും കുഴപ്പമില്ല. അതെ, ഷെയറിങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സിനിമയുടെ ഒരു വലിപ്പം അത്രയും ഉണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഏട്ടൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവായിരിക്കും ഈ സിനിമ. സുരേഷ് ഏട്ടൻ വേറെ എങ്ങും പോയത് കൊണ്ടിട്ടല്ല, ടൂറായിട്ട് പോയത് കൊണ്ടിട്ടല്ല, സുരേഷ്
സുരേഷേട്ടൻ്റെ അത്രയും മാസ്സായിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. കാരണം ഇത് ബേസിക്കായിട്ട് ഇവരിപ്പം വർഷങ്ങൾ പറഞ്ഞു, ആ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാനും കേട്ടുകൊണ്ടിട്ട് പറയുകയാണ് ഇതിൻ്റെ ഒരു ബിൽഡപ്പ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ടോവിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, അതെല്ലാം വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ ടൈറ്റിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളിച്ചട്ടമ്പി എന്നായതുകൊണ്ടിട്ട് തന്നെ എല്ലാ പള്ളിക്കാരുടെയും എല്ലാ ടൈപ്പുള്ള പള്ളിക്കാരുടെ എല്ലാ, അതായത് ജാതിമത ഭേദമന്യാണ് എല്ലാ പള്ളിക്കാരുടെയും അനുഗ്രഹവും അതുപോലെ തന്നെ ചട്ടമ്പിക്കാരുടെ എല്ലാ ചട്ടമ്പികളുടെ അനുഗ്രഹവും പ്രത്യേകിച്ചതുള്ളത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും ബഡ്ജറ്റുള്ള സിനിമയാകുമ്പോൾ എല്ലാം കൂടെ നോക്കി വേണമല്ലോ അതിൻ്റെ ഒരു ടൈറ്റിൽ വിടാനായിട്ട്. അപ്പം അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൊവിനോ, അപ്പം സിനിമ നടൻ എന്ന നിലയിൽ ഒരു സിനിമയോടൊപ്പം 100% അർപ്പണബോധത്തോടു കൂടി അതിൻ്റെ ഡയറക്ടർക്കൊപ്പം അതിൻ്റെ ടീമിനൊപ്പം ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇപ്പോൾ ഇവർക്ക് കൂടെ നേരത്തെ തന്നെ പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് 2024 ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മറ്റ് ഭാഷകളിനേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കൊടുത്തത് മലയാള സിനിമയിൽ നിന്നാണ്. എന്നിട്ട് പോലും മലയാള സിനിമയ്ക്ക് മറ്റ് ബിസിനസ്സുകൾ ആ ഭാഷകളിൽ കിട്ടുന്ന ബിസിനസ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല. അപ്പം ആ ഒരു വർഷമാണ് 2025 കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പടമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പള്ളിച്ചട്ടമ്പി അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്നും. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ, ഇപ്പോഴാണ് ഈ ഓവർസീസ്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇപ്പോഴാണ് ഈ ഓവർസീസിനൊക്കെ ഇത്രയും മാർക്കറ്റ് വന്നത്. ഇപ്പം നേരത്തെയൊക്കെ ഞങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവര് നൗഫലും ബ്രിജീഷൊക്കെ വരുന്നതിന് മുമ്പ് ചെറിയ തുകകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്കൊക്കെ ഒരു 25 ലക്ഷം രൂപ 50 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നൗഫലും ബ്രിജീഷും ഒക്കെ വന്നതിന് ശേഷമാണ് മലയാള സിനിമയിൽ ഓവർസീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടായത്. കാരണം ഇവരുടെ ഒരുപാട് പൈസ അതിനു വേണ്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അറിയാലോ, ഇപ്പോൾ ഒരു ബിസിനസ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും, ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അല്ല, എനിക്കറിയാവുന്ന ഒരു കഥ പറയുന്നു മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ ഒത്തിരി പൈസ അതിനു വേണ്ടിയിട്ട് വിട്ട് കളഞ്ഞിട്ടുണ്ട്. കാരണം സിനിമയിൽ വിട്ട പൈസ തിരിച്ചെടുക്കുക എന്ന് പറയുന്ന കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ മാർക്കറ്റ് ഇല്ലാത്തിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഏകാധിപത്യമായിരുന്നു ഓവർസീസ് എന്ന് പറയുമ്പോൾ, അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഇവര് വന്നപ്പോഴായിരുന്നു അതിനൊരു കോമ്പറ്റീഷൻ വന്നത്. അപ്പോഴാണ് കോടിക്കണക്കിന് ഒരു ഇതിലേക്ക് മാറിയത്. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇവർക്ക് അപ്പോൾ ഒരു 3-4 സിനിമകൾ ഈവൻ കൊടുത്തു. കാരണം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ മാത്രമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാരണം പിന്നെ ഇപ്പുറത്തെ ആള് നല്ല പൈസ തരാനായിട്ട് തുടങ്ങി. അതുകൊണ്ടിട്ട് പക്ഷെ ഞാൻ പറയുകയാണ്, വേൾഡ് വൈഡ് വന്നതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓവർസീസ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇത്ര മാർക്കറ്റ് കിട്ടിയ അങ്ങനെ ഒരു കമ്പനി ടൊവിനോട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഞാൻ അധികം സമയം എടുത്ത് സംസാരിക്കുന്നില്ല. കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാടം അല്ലാത്തതുകൊണ്ടിട്ട് അതിനുള്ള അനുമതി കിട്ടത്തില്ല. എനിവേ താങ്ക് യു സോ മച്ച്. नमस्कारम, गुड मॉर्निंग। मेरा नाम राफेल है। मैं भी एक फिल्म पहले प्रोड्यूस किया था, आमी कमला सुरैया का बैलेट स्टोरी. ഇത് നല്ലൊരു ബിഗ് ബഡ്ജറ്റ് പടം നന്നായി വരട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. बहुत अच्छा फिल्म है, बहुत अच्छा एक्टर है, अभी ये भी बहुत बढ़िया फिल्म होगा. ओके, और बाकी ये मेरा दोस्त है, ये भी मेरा दोस्त है, ये आप दोस्त बनेगा बाद में. ओके, good morning. I'm really excited to collaborate with Dijo sir and Tokino sir for this project. It's a visually challenging film, so we've started working on the pre-production. I hope the film is going to be a big hit, and I hope everyone loves the visuals of the film. Thank you. എല്ലാവർക്കും നമസ്കാരം. പള്ളിച്ചട്ടമ്പി ഞാൻ ഏകദേശം 2018 കൊച്ചു പടവുമായിട്ട് ഡിജോ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു ഒരു വലിയ പടം എൻ്റെ ഇതിലുണ്ട്. എന്നെ കണ്ടപ്പോൾ അത്രയും വലിയ പടം എടുക്കാൻ പറ്റുന്ന ആളായിരുന്നു ഡിജോ അത് പറഞ്ഞില്ല. അപ്പോൾ പള്ളിച്ചട്ടമ്പി എന്നാണ് പേര്. അത്
പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഒരു സ്ക്രിപ്റ്റ് ചെറുതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ പള്ളിച്ചട്ടമ്പി അല്ല, അപ്പോൾ ഒരു ഈ പറഞ്ഞതുപോലെ 2018 ഒരു സ്ക്രിപ്റ്റ് വന്നിട്ട് ടോബിയുടെ അടുത്ത് പറയണമെങ്കിൽ ഇന്ന് മുതൽ സുരേഷ് ഏട്ടൻ ഇതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് മുതൽ നീറി നീറി ഉള്ളിൽ കിടന്ന ഒരു സ്ക്രിപ്റ്റ് ഇതായിപ്പോൾ പുകഞ്ഞു തുടങ്ങുന്നു. ഇത് ആളിക്കത്തും ഇറങ്ങുമ്പോൾ. അങ്ങനെ അത്രയും ഉള്ളിൽ ഒരു സ്ക്രിപ്റ്റ് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഒരു തിരക്കഥാകൃത്തിന് അത് എഴുതി മിനുക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടാവുക, അത് കഴിഞ്ഞ് ഒരു സംവിധായകന് ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ത്വരയുണ്ടാവുക, ഒരു നടൻ ഇത് ചെയ്തോളാം വയ്യ എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിനകത്തുള്ളിലുള്ള ഒരു ഫയർ ഉണ്ടാകും. അപ്പം അത് തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ പ്രതീക്ഷിക്കുന്നത്. ഡിജോ ഒട്ടും മോശക്കാരനല്ല. അപ്പം അതുകൊണ്ട് ഡിജോ ഇത് ചെയ്ത് ഫലിപ്പിക്കാൻ എടുക്കുന്നത്. പിന്നെ ഇത് ബാക്കി ചെയ്യുന്ന ബ്രജേഷ്, നേരത്തെ ലിസ്റ്റും പറഞ്ഞ പോലെ മലയാള സിനിമ ചെറിയ തുകയിൽ ഓവർസീസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബ്രജേഷിൻ്റെയും നോഫലിൻ്റെയും വരവ്. എൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഇവരോട് എൻ്റെ 2 പടം എടുത്തിട്ടുണ്ട്. ഒരു പടം ഇവർ വന്ന് വില പറഞ്ഞതിൻ്റെ പേരിൽ വേറൊരാൾ വന്ന് വലിയ വിലക്ക് എടുത്തിട്ടുണ്ട്. മറ്റൊരാൾ ഇവർ വന്ന് എൻ്റെ അടുത്ത് വില പറഞ്ഞിട്ട് പോയി. അല്ല, ഞാൻ നോഫലിൻ്റെ അടുത്ത് ചോദിച്ചു, അത് ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. നോഫൽ അത് കൊടുത്തോളാൻ പറഞ്ഞിട്ടാണ്. അല്ല, നന്ദിയുണ്ട്. അത് കഴിഞ്ഞ് 2019 ഒരു സിനിമ എൻ്റെ എടുത്തു. അതും ഈ പറഞ്ഞതുപോലെ നോർമലി കിട്ടാവുന്നതിനെക്കാട്ടും വലിയ വില കൊടുത്താണ്. അപ്പൊ ഇവർ ഓപ്പൺ ചെയ്ത് തന്ന ഇവരുടെ പേര് പോലെ തന്നെ ഒരു വേൾഡ് വൈഡ് മാർക്കറ്റ് ഉണ്ട്. മലയാള സിനിമയ്ക്ക് പലരും ഒതുക്കി വെച്ചിരുന്നത് തുറന്നു കിട്ടിയത് ബ്രജേഷും നോഫലും കൂടെ വന്നതിന് ശേഷമാണ്. അപ്പൊ അവർക്ക് സിനിമ, എസ്പെഷ്യലി മലയാള സിനിമയിൽ ഇന്ന് പ്രൊഡ്യൂസേഴ്സ് ഇന്ന് എൻജോയ് ചെയ്യുന്ന ഈ ഓവർസീസ് റൈറ്റ്സിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഇവർ രണ്ടുപേരും. അപ്പൊ അവർക്ക് പ്രത്യേകം ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്ന് നന്ദി പറയുകയാണ്. അവര് ഒട്ടനവധി സിനിമകൾ ബാക്ക് ചെയ്തവരാണ്. ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസസിൽ ഒന്നായി ഇന്നിപ്പോൾ ഇവിടെ അവർ നിരന്തരം സിനിമ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അത് എനിക്ക് നന്നായി അറിയാം. നോഫല് ദേ ഹാവ് ഗോൺ ത്രൂ ബാഡ് ടൈംസ് ആൻഡ് ഇത് അവരുടെ ഒരു എന്താ പറയുക റിസർജൻസ് അതാണ്. സോ ദേ ആർ കമ്മിങ് ബാക്ക്. അവർക്ക് എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. സിനിമ മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്നും ഇവിടെ നടന്മാരും നിർമ്മാതാക്കളും തമ്മിലൊക്കെ വലിയ അടിയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹെലികോപ്റ്റർ കഥ എൻ്റെ പ്രൊഡക്ഷൻ എന്നൊരാളുടെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ടൊവിനോ ഒരിക്കലും കോസ്റ്റ് കൂട്ടാൻ ശ്രമിക്കുന്ന നടനല്ല, എനിക്ക് നന്നായി അറിയാവുന്നതാണ്, ഞങ്ങളുടെ 2022 ഒരു സിനിമയിൽ അഭിനയിച്ചതാണ്. അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ കഥ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ ഹെലികോപ്റ്ററിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ പറഞ്ഞു അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള കോൺഫിഡൻറ്റ് റോയ് അദ്ദേഹത്തിൻ്റെ തന്നെ ആവശ്യമായിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ പോകണം എന്നുള്ളത്. അത് വെറുതെ ടൊവിനോ എന്ന് പറയുന്ന ഒരു നടൻ്റെ പുറത്ത് ചാർത്തി അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. ഞങ്ങളാരും അതിനെതിരല്ല. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയുന്നതുകൊണ്ട് ഒരാളുടെ സമ്മതപ്രകാരം സംഭവിക്കുമ്പോൾ വെറുതെ ടൊവിനോയെ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പോൾ ഞങ്ങളെന്നും നിങ്ങളെ പോലുള്ളവരുടെ കൂടെ തന്നെയാണ്. ടൊവിനോ എന്നും നിർമ്മാതാക്കളുടെ കൂടെ നിന്നിട്ടുള്ളതാണ്. ഇപ്പോഴും ഐഡന്റിറ്റിയുടെ നിർമ്മാതാവിൻ്റെ കൂടെ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്, ചേർത്ത് പിടിച്ചാണ്. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഈ പറയുന്ന പോലെ ചേട്ടനും മനിയനും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ തീർന്നു വരും. കാരണം സിനിമ അതിനതീതമാണ്. സിനിമ എന്ന് പറയുന്ന ഈ കലയോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം, പാഷൻ കൊണ്ടാണ് ഞങ്ങളെല്ലാം സിനിമയ്ക്കകത്ത് നിൽക്കുന്നത്. സിനിമ മുന്നോട്ട് പോകണം. പിക്ചർ അഭി ബാക്കി ഹെ, നമ്മുടെ റാഫേലേട്ടൻ പറയുന്ന പോലെ തൃശ്ശൂർ ഭാഷയിൽ തൃശ്ശൂർ സ്ലാങ്ങിൽ ഹിന്ദി പറയുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ, അത് റാഫേലേട്ടനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് റാഫേലേട്ടൻ ഒരു ഷാറുഖ് ഖാൻ പടം പിടിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഈ ടീമിന് സുരേഷ് ഏട്ടൻ, ഡിജോ, ടൊവി, നോഫൽ, ബ്രജേഷ് എല്ലാവർക്കും എൻ്റെയും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനിവിടെ വരുമ്പോൾ ഒരു കാര്യം കൂടി പേടിച്ചിരിക്കുമായിരുന്നു. എൻ്റെ പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കാനായിട്ട് 2 പേരും കൂടി ഇരിപ്പുണ്ട്. കുറച്ച് മുമ്പ് ജെയ്ക്സ് എന്നെ 2 ദിവസം മുമ്പ് ബ്രോ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ബഡ്ജറ്റ് കൂട്ടാനാണ്. ഞാൻ പറഞ്ഞു ഇപ്പം കാണുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. കറക്റ്റ് വന്ന് മുമ്പിൽ
ചാടി. അടുത്തിരുന്നപ്പോൾ ഞാൻ ഇടത്തോട്ട് നോക്കായിരുന്നു, എന്താ നോക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നു പേടിച്ചാണ് ഞാൻ നോക്കാത്തത്. അപ്പോൾ all the very best. You have an amazing team. So I wish you all success to Palli Chattambi. Dijo, ഏതാ? ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ പ്രസിഡന്റ് ഇരിക്കുകയാണ്, നിനക്ക് ഓർമ്മൂടായിരുന്നു. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ കൂടെ പേരിൽ ലിസ്റ്റിൻ ചീഫിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിച്ചിട്ടുണ്ട്. ടീം ദിവാകരനെ ഞാൻ പരിചയപ്പെടുത്തിയില്ലാണെങ്കിൽ DOP ആണ് നമ്മുടെ പടത്തിലെ ജസ്റ്റ് വായോ. ഇനി ബാ ജെയ്ക്സ് ബ്രോ, ജെയ്ക്സ് വിജയ് ബാ, രണ്ടു ഭാഗം സംസാരിക്കും. അപ്പോൾ എൻ്റെ അടുത്തത് ശ്രീധരനെ വിളിക്കാം. അപ്പോൾ ജെയ്ക്സ് വിജയ് എൻ്റെ എല്ലാ സിനിമയുടെയും സംഗീത സംവിധായകനാണ്. പറ രണ്ടു ഭാഗം. നമസ്കാരം. ഇത് എല്ലാത്തിലും ഉപരി ഒരു ഫാമിലി പടമാണ്. ഡിജോയുടെ കൂടെ 4ാമത്തെ സിനിമയാണ്. ക്വീൻ എന്ന് പറഞ്ഞ സിനിമ തൊട്ട് ഡിജോയുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പം എനിക്കറിയാം ഡിജോ ഒരു പടത്തിലെടുക്കുന്ന എഫേർട്ട്, അത് സക്സസ് ആയാലും ഫെയിലിയർ ആയാലും അവൻ്റെ എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. ഇതിന് കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 2018 തൊട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞ ദിവസം ഞാനും ശ്രീത്തും ഡിജോയും കൂടെ ഒരു മുറിയൊക്കെ എടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇത്തവണ ഒരു കാരണവശാൽ മിസ്സാവില്ല എന്നുള്ള രീതിയിലാണ് സീൻ ബൈ സീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ വന്ന ഒരു സ്ട്രക്ചറിൽ. ഇനി സുരേഷ് ചേട്ടനെ കൂടെ ഒരു പ്രാവശ്യം ഇരിക്കണം. ഞാനും ഇത് പഠിക്കുകയാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഡിജോയുടെ കൂടെ ചെറുതായിട്ട് എന്താ പറയുക അസോസിയേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിൽ കുറച്ച് ഇൻവോൾവ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അതിൽ അവൻ ഒരു ഫ്രീഡം തരുന്നുണ്ട്. പിന്നെ ടൊവിയും ഞാനും ഇപ്പൊ ഞങ്ങളുടെ അടുപ്പിച്ച് കുറെ സിനിമകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് മാസ് തുടങ്ങിയ ആൾക്കാരാണ്. കൽക്കി എന്ന സിനിമയിലാണ് ഞാനും ഈ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അതിന്റെ തീം ടൊവി എന്നെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു തീമാണ് കൽക്കിയിലെ തീം. അത് കഴിഞ്ഞിട്ട് ടൊവിയുടെ ഒരു മാസ് സിനിമ പിന്നെ ചെയ്യാൻ പോകുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒരു പ്രിപ്പറേഷനും ഉണ്ട്. സിനിമ നല്ലൊരു പ്രമേയം, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് ടൊവിയുടെ. അതിന്റെ സെറ്റിങ്ങും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അത് അതുപോലെ എടുക്കാൻ പറ്റട്ടെ, ഒരു കാരണവശാൽ മിസ്സാകത്തില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. നടക്കുമായിരുന്നു. അതിന്റെ ഇടയിൽ നമ്മുടെ പൂജ അല്ലേ. വളരെ സന്തോഷമുണ്ട്. കൂടുതലുള്ള ആദ്യത്തെ പടമാണ്, ഡിജോടൊപ്പം 3ാമത്തെ. സ്ക്രിപ്റ്റ് ലെവലിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സിനിമ നല്ലൊരു സിനിമയായിട്ട് വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.